മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അവരെ ആക്രമിക്കാനുള്ള വഴിയാണ്. അതായത് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം പാർട്ടിയാണ്, അതുകൊണ്ട് അത് വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ എതിർക്കാം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ലക്ഷ്യം ഇദ്ദേഹം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ലക്ഷ്യം ഇതെന്താണ്? ഇതുവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രശ്നം എന്നുള്ളതാണ്. ലീഗ് പ്രശ്നമല്ല, പക്ഷേ ലീഗും UDF കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിക്ക് വഴിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ് ക്ലീഷയായെന്ന് മാത്രമല്ല, അത് ആളുകൾ ട്രോളാൻ തുടങ്ങി തിരിച്ച്. അതിന് പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ് ആളുകൾ തിരിച്ച് ട്രോളാൻ തുടങ്ങി. ഇനി ആ വിഷയം നിൽക്കില്ല. ഇനി ആരെ അറ്റാക്ക് ചെയ്യണം? ഇനി മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്താലേ ഈ പറയുന്ന ധ്രുവീകരണം നടക്കൂ. അപ്പോൾ അടുത്ത ഇനം മുസ്ലിം ലീഗാണ്. ഇനി അത് മുസ്ലിം ലീഗിനെയല്ലേ, ഞങ്ങൾക്കെതിരെ ഇനിയൊന്നും ഉണ്ടാവുമില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുന്ന മുസ്ലിം സംഘടനകൾ തന്നെ ഉണ്ടാവും. അങ്ങനെ ആരും അതിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നില്ല. ഇതിൻ്റെ ലക്ഷ്യം ധ്രുവീകരണമാണെങ്കിൽ അതിന് ഏത് മുസ്ലിം സംഘടനയും അതിന് ഇരയാവുക തന്നെ ചെയ്യും. അത് ഇനി നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ടതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതൊന്നും ആയിരുന്നില്ല. അന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴിയായിരുന്നു വലിയ തോതിൽ കേരളത്തിൽ 2 പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിൽ വേർതിരിക്കാനുള്ള അല്ലെങ്കിൽ അടുപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അലയോലികൾ കഴിഞ്ഞത് എപ്പോഴാണ്? അതിൻ്റെ അലയോലികൾ കഴിഞ്ഞത് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുകയും ഞാൻ മുമ്പ് പറഞ്ഞ 2020 നടന്നിട്ടുള്ള ധ്രുവീകരണത്തിൻ്റെ സ്പോൺസർമാർ എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു. അപ്പോൾ ആ ധ്രുവീകരണം 2020 ധ്രുവീകരണത്തിൻ്റെ ഈ വാഴ നനയുമ്പോൾ ചീര നനയുക എന്ന് പറയുന്ന പോലെ കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നവരാണ് LDF. തീർച്ചയായിട്ടും LDFന് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും മധ്യകേരളത്തിൽ. പക്ഷേ ഈ ഛത്തീസ്ഗഡ് സംഭവത്തോടെ ഇത് എക്സ്പോസ്ഡായി. ഇനി ആ തരത്തിലുള്ള ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ മാത്രം തമ്മിലടിപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള നീക്കം ഈ തവണ വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യണം? അതിനൊരു ലാർജർ കോണ്ടെക്സ്റ്റ് നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് പോലെ വലിയ തോതിൽ സ്വാധീനമുള്ള കൂടുതൽ മുസ്ലിങ്ങൾ അണിനിരന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വർഗീയവൽക്കരിക്കുന്നില്ല എന്നുണ്ടാവും. അത് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം തങ്ങൾക്കുണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമാണ്. അല്ലാതെ ഇതിന് ഒരു തരത്തിലുള്ള സൈദ്ധാന്തിക അടിത്തറയോ ഈ ബൗദ്ധിക നേതൃത്വം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ ബൗദ്ധിക നേതൃത്വം വേറെ ആൾക്ക് എങ്ങനെയാണ് ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഇവരൊക്കെ ബുദ്ധിയില്ലാത്തവരാണെന്നാണോ? അതല്ല അവരുടെ പ്ലാൻ അനുസരിച്ച് ഇവർ പ്രവർത്തിക്കുകയാണെന്നാണോ? ഇത്രയും വംശീയം എന്ന് പറയാവുന്ന പ്രസ്താവന ഉണ്ടാകുന്നതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ ഭരണത്തിലിരിക്കുമ്പോൾ CPM ഭരണത്തിലിരിക്കുമ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ നഷ്ടപ്പെടുക. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നഷ്ടമായതൊരു ഉദാഹരണം. അതൊക്കെ ആയിരിക്കും ഒരു കാരണം. അതുപോലെ ചില പ്രത്യേക പോക്കറ്റുകളിൽ ഉണ്ടാക്കുന്ന മുന്നേറ്റങ്ങൾ, ഉദാഹരണത്തിന് കണ്ണൂർ സർവകലാശാലയിലൊക്കെ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങൾ, ഈ MSFനുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ ആലോചനപ്പെടുത്തുമ്പോൾ ആ മുന്നേറ്റം തടയുക, വിദ്യാർത്ഥികൾക്കിടയിൽ ഇതിനൊരു വർഗീയ സംഘടനയായിട്ട് തുറന്ന് കാണിക്കുക, അങ്ങനെ ഇവർക്ക് വോട്ട് ചെയ്തെന്ന് പറയാം, ഇവർ പിന്തുണയ്ക്കരുതെന്ന് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഉപയോഗിച്ച ചില വാക്കുകൾ തികച്ചും വംശീയവും വർഗീയവുമാണ്. തട്ടിൻപുറത്തെ ചില അറബി കോളേജുകൾ, എന്തൊരു വർത്തമാനമാണത്? തട്ടിൻപുറത്തെ അറബി കോളേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിഞ്ചു കുട്ടികളെ വല വീശി പിടിക്കുന്നു. ഈ വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് അത് തികച്ചും വർഗീയമാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ നടത്തുന്ന ഈ പ്രസ്താവനയെ CPM പിന്തുണയ്ക്കുന്നില്ല. CPM പ്രത്യക്ഷത്തിൽ ഈ പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്നില്ല. ഏതെങ്കിലും CPM നേതാവ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഈ പ്രസ്താവനകളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് തോന്നുക കണ്ടിട്ടില്ല. ഇതിനാകെ പിന്തുണയ്ക്കുന്നവരാണ് ശശികല ടീച്ചർ മാത്രമാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും തങ്ങൾക്ക് തോന്നണമല്ലോ, തങ്ങളെ പിന്തുണയ്ക്കാൻ പാർട്ടിയിൽ നിന്ന് ആരും രംഗത്ത് വരുന്നില്ല, പകരം ശശികലയെ പോലുള്ളവരാണ് രംഗത്ത് വരുന്നതെങ്കിൽ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം അശ്ലീലമായ വർഗീയതയാണ് എന്ന് SF നേതാക്കൾ തോന്നേണ്ടതാണ്. ഒരു പക്ഷേ അത് തോന്നാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ അവർക്ക് തന്നെ കിട്ടിയ നിർദ്ദേശപ്രകാരം ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ടാവുക. ഇത് ലാർജർ പെർസ്പെക്റ്റീവിൽ ഒരുപക്ഷെ ലീഗിലേക്ക് കൂടി ഈ ആക്രമണം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.